ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ മുട്ട കുറുമയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു കുറുമയാണ്. അപ്പം നമ്മൾ വീഡിയോ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുത്തത്, ഒരു പിടി വേണം. ഞാൻ അപ്പോൾ ഒരു 3 എഗ്ഗ് എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പുതിന ഇല ഒരു 8-9 ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ തന്നെ 3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കട്ടെ. അധികം പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണും ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഇടണം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികളെ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇത് അരയാനായിട്ടുള്ള വെള്ളം ഇട്ടാൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഇലയും ഇതെല്ലാം അരഞ്ഞ് കിട്ടണം. പേസ്റ്റ് പോലെ അരയണമെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ പേസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് തരിതിരിയായിട്ട് ചിലതൊക്കെ അരയാതെ കിടക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മഷി പോലെ പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതാ ഇവിടെ അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടായ ശേഷം ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ, അതാണ് ടേസ്റ്റ്. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ പോകുന്ന വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം നമുക്ക് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് ഈ ഗ്രീൻ മുട്ടക്കറി. അതുപോലെ തന്നെ കറിയെന്നും കുറുമ നമുക്ക് പറയാം കേട്ടോ. കറി പോലെ ഒരുപാട് ലൂസും അല്ല, കുറുമ രീതിയിലാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിൽ അതുപോലെ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മൈദ പൊടി അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു കുറുകൽ മുല കിട്ടും നമുക്ക് കറി. അതിന് വേണ്ടിയാണ് മൈദ ഒഴിച്ച് കൊടുത്തത്. അതിന് ശേഷം നമ്മുടെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസ് വേണ്ട, നമുക്കത് ഒന്ന് കുറുകിയ ടൈപ്പിലാണ് ഇരിക്കേണ്ടത്. നമ്മളിതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ട് ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്ത് അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളത് ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചപ്പാൽ, നമ്മൾ പശുവിൻ പാലില്ലേ അതാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അത് പച്ചപ്പാലാണ്, അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ്സോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരുപാട് ലൂസാക്കരുത് ആ ഗ്രേവി, ഒരു തിക്കായിട്ട് വേണം. അപ്പോൾ പാലൊഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോയെന്നൊക്കെ നമ്മൾ ആ പേസ്റ്റ് ഉണ്ടാക്കണതിൽ മാത്രമേ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ. നമ്മളിത് പാലും വെള്ളമൊക്കെ ചേർത്തില്ല. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാനിപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ ചെറുതായിട്ട് തിളഞ്ഞ സമയത്ത് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 3 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുട്ട കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ എടുക്കുക, ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയെടുക്കുക. 3 മുട്ട ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂണായിട്ട് ഇളക്കി ഒന്നും ചെയ്യേണ്ട, അങ്ങനെ നമ്മൾ അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ആ മുട്ട വേവുന്ന സമയം മാത്രം എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ടാ എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ഓട്ടോമാറ്റിക് സംസാരിക്കുമ്പോൾ അങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻസിൽ പറഞ്ഞിട്ടോ ടോട്ടോ ഒഴിവാക്കുന്നത്. അത് മനഃപൂർവ്വമല്ല, അത് സ്വാഭാവികമായിട്ടാണ് വരുന്നതാണ്. ഞാൻ ട്രൈ ചെയ്യട്ടെ അത് പറയാതിരിക്കാൻ. ഇനിയിപ്പോൾ അതാ നമ്മൾ ഇതൊക്കെ തുറന്ന് നോക്കി, മൂടി തുറന്നതിന് ശേഷം മുട്ടൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ട്. അതിന് ശേഷം നുള്ള് കുരുമുളക് വിതറി കൊടുക്കുകയാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അധികം ഇട്ട് കൊടുക്കണ്ട. നുള്ള് കുരുമുളക് പൊടി ഇതുപോലെ വിതറി കൊടുത്ത് പിന്നെയും ഇളക്കാതെ തന്നെ അടച്ചു വയ്ക്കുക. നമ്മൾ ഇളക്കേണ്ട ആവശ്യമുണ്ട്. എപ്പോഴാണ് കഴിക്കുന്നത് അപ്പോൾ മാത്രം സ്പൂണിട്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ അത് തുറന്ന് നോക്കി നല്ല ഇതേപോലെ കുറുകിയ ടൈപ്പിൽ തന്നെ മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഈ ഗ്രീൻ മുട്ടക്കുറുമ ഏത് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിലും കഴിക്കാം, നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. രാവിലെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കുറുമല്ലേ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്കണം. അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനും ഈസിയാണ്. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.